റെയിൽവേ സഹമന്ത്രിയാണ്. വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ലീഗുകാർക്ക് മാത്രമല്ല, മലബാറിലെ ജനങ്ങൾക്ക് ആകെ പ്രതീക്ഷയായിരുന്നു. ആദ്യം തന്നെ വന്ന ഉടനെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ട്രെയിനിലൂടെ ഒരു യാത്രയുടെ പേര് ഞാൻ മറന്നുപോയി. ജയൻ കോളിളക്കം സിനിമയിലെ വൈപ്പറുള്ള വലിയ കൂളിംഗ് ഗ്ലാസ് പോലുള്ള കൂളിംഗ് ഗ്ലാസ് ഇട്ട് അഹമ്മദ് സാഹിബ് യാത്ര ചെയ്തു. ഈ കോഴിക്കോട്ട് അങ്ങാടിയിൽ ഈ സുമേഷിന്റെ ഒക്കെ നാട്ടുകാരനായ കണ്ണൂർക്കാരനായ അഹമ്മദ് സാഹിബ് ഈ കോഴിക്കോട്ട് റെയിൽവേ സ്റ്റേഷനിൽ 10,000 തവണ വന്നയാളാണ്. പക്ഷേ കേന്ദ്രമന്ത്രിയായി യാത്രയിൽ ആദ്യമായി എത്തുന്നത് പോലെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുത്തെ പോട്ടർമാരായ സഖാക്കൾ പറഞ്ഞു നേരെ കുളിമുറി പോയി. മൂത്രപ്പുര പോയി പറഞ്ഞു, ഒരു വല്ലാത്ത നാറ്റം, ഞാനൊക്കെ മാറ്റുന്നു. അത് പറഞ്ഞു പോയ ആളായി അഹമ്മദ് സാഹിബ് എന്തെടുത്ത് നിലപാട്. നിങ്ങൾ പോയി നോക്കണം. റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഡിവൈഎഫ്ഐയുടെ ഒരു ബോർഡ് കാണാം. എന്താ ബോർഡ്? പ്രീമിയം പാർക്കിംഗ് ബഹിഷ്കരിക്കുക, ഞങ്ങളുമായി സഹകരിക്കുക. എന്താ പ്രീമിയം പാർക്കിംഗ്? ലീഗുകാരാ. റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ പണ്ട് ചെറിയ പണം കൊടുത്ത് ഏത് സാധാരണക്കാരനും രാവിലെ കണ്ണൂരോ കാസർഗോഡോ അങ്ങ് തെക്കോട്ട് തൃശ്ശൂരോ ജോലിക്ക് പോകുന്നവൻ രാവിലെ തന്റെ ബൈക്ക് അവിടെ വെച്ച് ജോലിക്ക് പോയി രാത്രി വണ്ടിക്ക് വന്ന് തിരിച്ച് ബൈക്ക് എടുത്ത് പോകുന്ന സംവിധാനം സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാർക്കിംഗ് സംവിധാനം. ആ പാർക്കിംഗ് സംവിധാനത്തെ മാറ്റിമറിച്ച് മണിക്കൂറിന് പണം തീരുമാനിച്ചുകൊണ്ട് പ്രീമിയം പാർക്കിംഗ് കൊണ്ടുവന്നു അഹമ്മദ് സാഹിബ്. ഞങ്ങൾ പ്രതികരിക്കണ്ടേ? പിന്നെന്താ വേറെ ചെയ്തത്? ഇവിടെ കൺസ്ട്രക്ഷൻ നിർമ്മാണ വിഭാഗത്തിൽ ഒരു ഓഫീസുണ്ട്. ആ ഓഫീസ് അഹമ്മദ് സാഹിബ് പോത്തന്നൂരിലേക്ക് മാറ്റി. പ്രതികരിക്കണ്ടേ? ബാംഗ്ലൂരിലേക്ക് രാത്രികാല ഗതാഗത നിരോധനം ഉണ്ടായപ്പോൾ ബാംഗ്ലൂരിലേക്ക് പ്രതിദിന ട്രെയിൻ, എല്ലാ ദിവസവും ട്രെയിൻ വേണമെന്നുള്ള ആവശ്യം നിരാകരിച്ചതിന് പ്രതികരിക്കേണ്ട. ഇപ്പൊ ട്രെയിൻ പ്രഖ്യാപിച്ചതുവരെ വന്നിട്ടില്ല. കോഴിക്കോട് ഇന്റർനാഷണൽ റെയിൽവേ സ്റ്റേഷനാക്കി. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഇന്റർനാഷണൽ റെയിൽവേ സ്റ്റേഷനാക്കി. വലിയ മാറ്റം ഉണ്ടാവുമെന്ന് UPA ഗവൺമെന്റ് വന്ന ഉടനെ തന്നെയുള്ള റെയിൽവേ ബജറ്റ് പറഞ്ഞു. എല്ലാവരും പ്രതീക്ഷിച്ചു, നമ്മളൊക്കെ പ്രതീക്ഷിച്ചു എന്തെല്ലോ ഗുണമുണ്ട്, കുറെ ട്രെയിൻ വരും, കുറെ കമ്പാർട്ട്മെന്റ്, കുറെ പ്ലാറ്റ്ഫോം ഒക്കെ വരും, എല്ലാ പ്രശ്നവും തീർന്നു. കൊല്ലം ഒന്ന് കഴിഞ്ഞു. ലീഗുകാരെന്നറിയാം, ഓരോ കമ്മിറ്റിയിൽ ഇപ്പോ പ്രശ്നമാണ്. ഇന്റർനാഷണൽ റെയിൽവേ സ്റ്റേഷൻ നാഷണൽ റെയിൽവേ സ്റ്റേഷനുകളുടെ പട്ടികയിൽ നിന്ന് മാറ്റി, പട്ടണങ്ങളിലെ റെയിൽവേ സ്റ്റേഷനെ മാറ്റി. എന്താണ് പുതുതായിട്ട് അഹമ്മദ് സാഹിബിന്റെ പ്രഖ്യാപനത്തിന്റെ ഭാഗമായിട്ട് വന്നത്? പോയോക്കി ഇങ്ങളൊരു ഫുഡ് പ്ലാസ. എന്താ വില? ചായക്ക് 12 റുപ്യ. ഉപ്പുമാവ് ട്രെയിനിന് വേണ്ടി ഓടി വന്ന ഭാര്യയും ഭർത്താവും കുട്ടിയും കൂടി ട്രെയിൻ എത്തുന്നതിന് മുമ്പ് രാവിലെ തിരക്ക് പിടിച്ച് വീട്ടിൽ നിന്ന് വന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് ഒരു ഉപ്പുമാവും ചായ 3 ആൾക്ക് വാങ്ങിയ 80 റുപ്യ. ഫുഡ് പ്ലാസ നാട്ടുകാർ തല്ലിപ്പൊളിക്കുന്നിടത്തേക്ക് എത്താൻ പോകും. അവിടുത്തെ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ഒക്കെ പൂട്ടിക്കാനുള്ള പണി. ഇങ്ങനെ ഓരോ പണി അഹമ്മദ് സാഹിബ് എടുക്കുമ്പോൾ ഇപ്പോഴും അഹമ്മദ് സാഹിബിനെ പിന്തുടരുന്ന ഒരു പ്രേതമുണ്ട്. ആ പ്രേതം ഏതാണ്? ഹജ്ജ് വിവാദം. ഈ ഗവൺമെന്റിലെ ഒന്നാം UPA ഗവൺമെന്റ് സമയത്ത് അഹമ്മദ് സാഹിബ് വിദേശ സഹമന്ത്രിയാണ്. ഇസ്ലാം മതവിശ്വാസികളുടെ പഞ്ചസ്തംഭങ്ങളിൽ 5ാമത്തേതാണ് ഹജ്ജ്. ഹജ്ജിന് പോയവർക്കറിയാം. 1 ഷഹാദത്ത് കലിമ വിശ്വാസം, 2 നമസ്കാരം, 3 നോമ്പ്, 4 സക്കാത്ത്, 5 ഹജ്ജ്. ആരോഗ്യമുള്ളവനും ധനമുള്ളവരും തന്റെ ജീവിതത്തിൽ നിർബന്ധമായും നടത്തേണ്ട കർമ്മമാണ് ഹജ്ജ്. 2 തരത്തിലെ ആളുകൾ ഹജ്ജിന് പോകും. ഒന്ന് സർക്കാർ ഹജ്ജ് ഗ്രൂപ്പ് വഴി പോയവർക്കറിയാം, ഓരോ കുടുംബക്കാരുള്ളവർക്കറിയാം. മറ്റൊന്ന് സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പ് വഴി. സർക്കാർ ഹജ്ജ് ഗ്രൂപ്പ് വഴി പോയി വരാൻ ഇത്തവണയല്ല, കഴിഞ്ഞ തവണ 80,000 റുപ്യ. സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പ് വഴി പോയി വരാൻ 1,60,000 റുപ്യ. ഇതാണ് ടിക്കറ്റ് ചാർജ്. എന്താ അഹമ്മദ് സാഹിബ് ചെയ്ത തെറ്റ്? ഞങ്ങൾ പുറത്തുവിട്ടില്ല, CNN IBN ചാനൽ പുറത്തുവിട്ടത്. എന്താ ചെയ്ത തെറ്റ്? ചെയ്ത തെറ്റ് വേറൊന്നുമല്ല. സൗദി അറേബ്യൻ ഗവൺമെന്റ് ഇന്ത്യക്ക് അനുവദിച്ച 1,57,000 സീറ്റില് ഒരു സ്വകാര്യ ട്രാവൽ കമ്പനിക്ക് കൊടുക്കേണ്ടതിന്റെ 6 ഇരട്ടി അധികം സീറ്റ് കൊടുത്ത് ബ്ലാക്കിന് വിറ്റു. മമ്മൂട്ടിന്റെ പ്രമാണി സിനിമ വന്ന പൊലച്ചക്ക് പോയി 6 റുപ്യന്റെ ടിക്കറ്റ് എടുത്ത് ബ്ലാക്കിന് 50 റുപ്യന്റെ ടിക്കറ്റ് 250 വിൽക്കുന്ന പണി. അത് ഹജ്ജാവുമ്പോ അങ്ങനെ തന്നെ പറയണല്ലോ. ഒരു സീറ്റിന് 40,000 രൂപ അധികം ഈടാക്കി എന്ന് CNN IBN ചാനൽ പുറത്തുവിടേ. ലീഗിൽ തന്നെ പ്രശ്ന. ലീഗിൽ പലരും വ്യക്തിപരമായും സ്വകാര്യ സംഭാഷണത്തിലൊക്കെ പറഞ്ഞു എന്തേ നിലപാടെടുത്തില്ല. ലീഗ് പിന്നെ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും പണ്ടേ എടുക്കില്ല. ബാബരി മസ്ജിദ് പൊളിച്ചാലും പ്രശ്നമല്ല, പൊളിച്ചില്ലെങ്കിലും പ്രശ്നമല്ല. ഞാൻ പൊളിച്ചാരാന്ന് കണ്ടെത്തിയ റിപ്പോർട്ട് മേശപ്പുറത്ത് വെച്ച് നടപടി എടുത്തില്ലെങ്കിലും ലിബറവാനല്ല ആരായാലും പ്രശ്നമല്ല ലീഗിന്.
കുറെ കാലത്തിന് ശേഷം ലീഗ് KPCCയോടൊന്ന് ഒരതി, നിങ്ങളെ വിശ്വാസമല്ല, ഞങ്ങൾ ഹൈക്കമാൻഡിൽ പോയി നേരിട്ട് പോകുമെന്ന് പറഞ്ഞ ഒറ്റ വിഷയം. ഏതാ വിഷയം? വഹാബ് കാക്കേണ്ട രാജ്യസഭാ സീറ്റ്. അബ്ദുൽ വഹാബിന് രാജ്യസഭയിലേക്ക് സീറ്റില്ല, ഒന്നേ ഉള്ളൂ, നിയമസഭാ ആനുപാതിക ക്രമപ്രകാരം. അത് AK ആന്റണി സാഹിബിന് പോണം. മുമ്പ് നമ്മളെ തിരൂരങ്ങാടി സീറ്റ് എടുത്ത് വിട്ടെന്നാളാണ് ആന്റണി. അങ്ങനെ മുഖ്യമന്ത്രിയാക്കാൻ ഞങ്ങളെ ഷുവർ സീറ്റ് രാജിവെച്ച് മത്സരിപ്പിച്ച AK ആന്റണി മറ്റൊരു സംസ്ഥാനത്തിലെ രാജ്യവാസി സീറ്റിലേക്ക് പോകണം. ഇവിടെ ഞങ്ങൾക്ക് CHനേക്കാൾ പ്രധാനമുള്ള പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പുന്ന പാവങ്ങളുടെ പടത്തലവൻ അബ്ദുൽ വഹാബിന് സീറ്റ് വേണം. KPCC യോജിക്കുന്നില്ല, നേരിട്ട് ഹൈക്കമാൻഡ് പോകുന്നു എന്ന് പറഞ്ഞവരാ ലീഗ്. അവിടെ പോയി ചർച്ച നടത്തി പോന്നു. ഇതല്ലാതെ എപ്പോഴാ കോൺഗ്രസിനോട് ലീഗ് വിയോജനക്കുറിപ്പ് പറഞ്ഞാൽ? പിന്നെ ഒരു സംഭവമുണ്ട്. ആ നേരത്തെ സുമേഷ് ഇവിടെ സൂചിപ്പിച്ച സംഭവം, മഞ്ചേരി നടന്ന സേവാദൾ ഉണ്ടാക്കാനുള്ള ഒരു പണി. പാവ രാജ്മോഹൻ ഉണ്ണിത്താൻ സേവാദൾ ഉണ്ടാക്കാനുള്ള ഒരു പണി നടത്തി. അന്ന് ലീഗ് വിയോജനക്കുറിപ്പ് പറഞ്ഞിട്ടില്ല, ഞാൻ മറന്നുപോയി. അന്ന് ലീഗിന്റെ അനിശ്ചിത നേതാവ് പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ഉണ്ണിത്താൻ ചെയ്തത് ശരിയായിട്ടില്ല, മുന്നണി മര്യാദ പാലിച്ചിട്ടില്ല, ഒറ്റയ്ക്ക് പോയത് ശരിയായിട്ടില്ല. ഇതല്ലാതെ എന്നാണ് പ്രിയപ്പെട്ട ലീഗുകാരാ നിങ്ങൾ കോൺഗ്രസിനെ എതിർത്തിട്ടുള്ളത്? ഒരിക്കലും എതിർത്തിട്ടില്ല. അഹമ്മദ് സാഹിബിന് അജ്ജ് തൊട്ട ലീഗ് ഇടപെടൂല. ഇങ്ങനെ ഓരോ കേന്ദ്രമന്ത്രിമാരും ഇങ്ങനത്തെ ഓരോ പണിയെടുത്ത്